കൊടും ക്രിമിനലുകളെ യുദ്ധമുഖത്തേക്ക് സൈനികരായി അയക്കുന്ന റഷ്യൻ യുദ്ധമുറ. 85 വയസ്സുകാരിയെ അതിക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കിയ ഇവാൻ റൊസോമാകിൻ എന്ന റഷ്യൻ സൈനികനെ ജയിൽ മോചിതനാക്കിയ റഷ്യൻ മുറയുടെ കഥ. കേസിൽ ശിക്ഷിക്കപ്പെട്ടുവെങ്കിലും ഉക്രൈനോട് യുദ്ധം ചെയ്യാനായി വീണ്ടും ഇപ്പോൾ ഈ 29-കാരനായ റൊസോമാകിൻ ജയിൽ മോചിതനായിരിക്കുകയാണ്. ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത കൊടും ക്രൂരതയുടെ വ്ളാഡിമിർ പുടിന്റെ റഷ്യൻ യുദ്ധമുറ. മരണപ്പെടുമ്പോൾ തന്റെ മുത്തശ്ശിക്ക് 85 വയസ്സ്. പ്രായത്തിന്റെ അവശതയില്ലാതിരുന്ന യൂലിയ ബ്യൂസ്കിക് എന്ന റഷ്യക്കാരിയെ 2022-ലാണ് വീട്ടിനുള്ളിൽ വെച്ച് ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തുന്നത്. യൂലിയയുടെ കൊച്ചുമകൾ അന്ന BBC-ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണിത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അടുത്ത സുഹൃത്ത് യെവജൻഷി പ്രിഗോഷിൻ റഷ്യയ്ക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. യുദ്ധത്തിനിറങ്ങുന്ന സൈന്യത്തിന് സമാനമായ ഒരു ഗ്രൂപ്പ്. കൊലപാതക കേസുകളിലും പീഡന കേസുകളിലുമായി ശിക്ഷിക്കപ്പെട്ട ജയിലിൽ കഴിയുന്നവരെ സംഘടിച്ച് ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പ്. അത്തരത്തിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന ഇവാൻ റൊസോമാകിൻ 2 വർഷം മുമ്പാണ് ജയിൽ മോചിതനായി യുദ്ധമുഖത്തേക്ക് പോയത്. ഉക്രൈനോട് യുദ്ധം ചെയ്ത് കഴിവ് തെളിയിച്ചതിനാൽ തുടർ ശിക്ഷ റദ്ദാക്കപ്പെട്ട് വീട്ടിൽ പോവാൻ അനുവാദം കിട്ടി. പക്ഷെ നാട്ടിലെത്തിയ റൊസോമാകിൻ 85-കാരിയുടെ കാലനായി മാറുകയായിരുന്നു. യൂലിയ എന്ന വയോധികയെ അയാൾ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. തുടർന്ന് റൊസോമാകിനെ 23 വർഷത്തെ ശിക്ഷ വിധിച്ച് കോടതി അതിസുരക്ഷാ ജയിലിലടച്ചു. എന്നാൽ ഉക്രൈനോട് യുദ്ധം ചെയ്യാൻ കഴിഞ്ഞ ദിവസം ഇയാളെ വീണ്ടും ജയിൽ മോചിതനാക്കിയിരിക്കുകയാണ് റഷ്യൻ സർക്കാർ. യുദ്ധം ജയിക്കാനായി എന്തു തന്ത്രവും പയറ്റുന്ന സർക്കാർ ജനങ്ങളോട് കണ്ണില്ലാ ക്രൂരതയാണ് കാണിക്കുന്നത്. റൊസോമാകിനിന്റെ ജയിൽ മോചനം വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയെങ്കിലും യെവജൻഷി പ്രിഗോഷിൻ തുടങ്ങിവെച്ച യുദ്ധമുറയ്ക്ക് മാറ്റമൊന്നും വരില്ലായിരിക്കാം. 2022 ഏപ്രിൽ 22-നാണ് യൂലിയ എന്ന 85-കാരിയെ ആക്രമിക്കുകയും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയും ചെയ്ത കേസിൽ റൊസോമാകിനെ 22 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് കോടതി വിധിച്ചത്. പിന്നീട് കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലാക്കി 23 വർഷത്തേക്ക് ശിക്ഷ നീട്ടി. പക്ഷെ അതിലൊരു കാര്യമില്ല എന്ന് ഈ ഓഗസ്റ്റ് 19-ന് റഷ്യൻ സർക്കാർ തെളിയിച്ചു. അയാൾക്ക് വീണ്ടും യുദ്ധമുഖത്തേക്ക് പോവാൻ ജയിൽ ശിക്ഷയിൽ ഇളവ് നൽകി മോചിപ്പിച്ചു. ജയിൽ ക്രിമിനലുകളെ റഷ്യ ഉക്രൈൻ യുദ്ധമുഖത്തേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് റഷ്യ ഇന്നും തുടരുകയാണ്. പ്രിഗോഷിൻ ഈ ക്രൂരതന്ത്രം തുടങ്ങിവെച്ച് 2 വർഷം പിന്നിട്ടിട്ടും അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. വാഗ്നർ ഗ്രൂപ്പ് റഷ്യ വിടുകയും ഗ്രൂപ്പിന്റെ നേതാവ് യെവജൻഷി പ്രിഗോഷിൻ കൊല്ലപ്പെടുകയും ചെയ്തപ്പോൾ ഇത് അവസാനിച്ചുവെന്നാണ് ലോകം കരുതിയത്. എന്നാൽ വാഗ്നർ ഇല്ലാത്ത റഷ്യ വാഗ്നർ കാണിച്ച വഴിയെ തന്നെ സഞ്ചരിക്കുകയാണ് ഇപ്പോഴും. വലിയ തോതിലുള്ള മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്കാണ് ഇത് ഇടയാക്കുന്നത്. റൊസോമാകിനെ പോലുള്ള കൊടും കുറ്റവാളികളെ സൈന്യത്തിന്റെ അംഗബലം ഉറപ്പിക്കാനായി ജയിൽ മോചിതനാക്കുന്നത് തന്നെയാണ് അതിന് കാരണവും. യുദ്ധം ജയിക്കാനായി പ്രിഗോഷിൻ മനസ്സിൽ കണ്ട ഭാഗ്യ പരീക്ഷണമാണ് കൊടും ക്രിമിനലുകളെ യുദ്ധമുഖത്തിലേക്ക് പോരാളികളാക്കുന്ന ഈ തന്ത്രം. വർഷങ്ങളോളം അതിസുരക്ഷാ ജയിലുകളിലും മറ്റുമായി കഴിയുന്നവരെ പ്രിഗോഷിൻ തന്റെ ഭാഗ്യ പരീക്ഷണത്തിന്റെ പ്രധാന ഇരകളാക്കി മാറ്റി. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ യുദ്ധവീരനായി ജയിൽ ശിക്ഷയിൽ നിന്ന് മോചനം. ഇതായിരുന്നു അവർക്ക് വാഗ്നർ മേധാവി കൊടുത്ത ഓഫർ. അവരവരുടെ സ്വന്തം ഉത്തരവാദിത്വമാണ് മരിക്കാതെ നോക്കുക എന്നത്. ജയിൽ മോചനം മാത്രമല്ല, നല്ല ശമ്പളവും വാഗ്ദാനമായി നൽകി. ഉക്രൈനെതിരെ യുദ്ധമുഖത്ത് ഈ ക്രിമിനലുകളെ പോരാളികളായി നിരത്തിയപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത വൻ മുന്നേറ്റമായിരുന്നു റഷ്യൻ സൈന്യത്തിനുണ്ടായത്. ബാഗ്മൂത്ത് എന്ന നഗരം റഷ്യ പിടിച്ചെടുത്തത് വാഗ്നർ ഗ്രൂപ്പ് എന്ന ഒറ്റ കരുത്തിന്മേലാണ്. വാഗ്നർ കാണിച്ച പുതിയ യുദ്ധവഴി റഷ്യ മറക്കാതിരിക്കുന്നതിന്റെ പ്രധാന കാരണവും ഈ നേട്ടങ്ങൾ തന്നെയാണ്. അതും വാഗ്നർ പിരിഞ്ഞുപോയിട്ടും മേധാവി ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ടും അവരത് പിന്തുടരുന്നു. ആയിരക്കണക്കിന് ക്രിമിനലുകളാണ് റഷ്യയ്ക്ക് വേണ്ടി ഇന്നും ജയിലിൽ നിന്ന് യുദ്ധം ചെയ്യാൻ പോകുന്നത്. പീഡന കേസിലും കൊലപാതക കേസിലും മറ്റു കുറ്റകൃത്യങ്ങളിൽപ്പെട്ടവരും ഇതിൽ പെടും. അവർ ആരൊക്കെയാണെന്നുള്ള വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. അതിൽ ഭൂരിഭാഗം പേരും യുദ്ധത്തിനിടെ ക്രൂരമായി കൊല്ലപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്യുന്നു. ചിലർ മാത്രം രക്ഷപ്പെടും. പ്രിഗോഷിനും സംഘവും പുടിനെതിരെ അപ്രതീക്ഷിതമായി മോസ്കോയിലേക്ക് മാർച്ച് നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. ഇന്ന് റഷ്യൻ സൈന്യം നേരിട്ടാണ് ജയിലുകളിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. മനുഷ്യാവകാശത്തെ ലംഘിക്കുന്ന ഈ മുറ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമാക്കിയതോടെ വലിയ തോതിൽ ഇത്തരം നിയമനങ്ങൾ ഇപ്പോഴും നടത്തപ്പെടുന്നുണ്ട്. ശിക്ഷിക്കപ്പെട്ട് ജയിലിലാവുന്ന സമയത്ത് യുദ്ധം ചെയ്യാൻ സമ്മതം മൂളുന്നവർക്ക് ജയിൽ ശിക്ഷയിൽ ഇളവ് കൊടുക്കുന്നു. യുദ്ധത്തിലെ പ്രകടനം അടിസ്ഥാനമാക്കി സർക്കാർ പ്രത്യേക അവാർഡുകളും നൽകും. യഥാർത്ഥത്തിൽ യുദ്ധ നിയമത്തിന്റെ ലംഘനമാണിതെന്ന് അറിയാമായിരുന്നിട്ടും മോസ്കോയും ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. റഷ്യ മാത്രമല്ല,
ഉക്രൈനും ഇത്തരത്തിൽ ജയിലിൽ നിന്നുള്ളവരെ യുദ്ധമുഖത്തേക്ക് അയക്കുന്നുണ്ട്. എങ്കിലും കൊലപാതക, ലൈംഗിക പീഡന കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരെ പരിഗണിക്കുന്നില്ല. 3000-ഓളം ആളുകളെ ഈ വർഷാദ്യം വരെ ജയിലിൽ നിന്നും സേനയിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉക്രൈൻ സർക്കാരും സമ്മതിക്കുന്നു. ഉക്രൈൻ-റഷ്യ യുദ്ധം 2 വർഷം പിന്നിടുമ്പോൾ സൈനികരുടെ ആൾബലത്തിൽ വലിയ കുറവാണ് റഷ്യയ്ക്കുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ മെയ്, ജൂൺ മാസങ്ങൾക്കിടെ മാത്രം 70,000-ഓളം റഷ്യൻ സൈനികരെ അവർക്ക് നഷ്ടപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് UK പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത്. ദിവസേന 1000 എന്ന നിലയ്ക്കാണ് കണക്ക്. ഇതോടെയാണ് കൊടും ക്രിമിനലുകൾ ഉൾപ്പെടെ നിരവധി കുറ്റവാളികളെ യുദ്ധമുഖത്തേക്ക് അയക്കാനുള്ള തീരുമാനം റഷ്യ കൈക്കൊണ്ടതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു. 6 മാസം യുദ്ധം ചെയ്താൽ പിന്നീട് മോചനമെന്ന വലിയ വാഗ്ദാനമാണ് കൊടും ക്രിമിനലുകൾക്ക് മുന്നിൽ സർക്കാർ വെക്കുന്നത്. ഇതോടെ അവർ ജീവനും കയ്യിൽ പിടിച്ച് ഭാഗ്യ പരീക്ഷണത്തിനായി ഇറങ്ങുന്നു. ഇത്തരത്തിൽ കുറ്റവാളികൾ 6 മാസത്തെ യുദ്ധ സേവനത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഇരയാക്കപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കാണ് ഭീഷണിയായി മാറുന്നത്. ഇവർ പുറത്തു വരുമ്പോൾ ഇരകളുടെ കുടുംബങ്ങൾക്ക് നേരെ പകപോക്കൽ നടപടിക്കുള്ള സാധ്യതയും കൂടുതലാണ്. പല കുടുംബങ്ങളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കടുത്ത ശിക്ഷാവിധി നേരിടേണ്ടി വന്നവർ തിരിച്ചു വരുമ്പോൾ പകപോക്കലുകൾക്ക് വിധേയരാകേണ്ടി വരുമെന്നാണ് റഷ്യൻ മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇനി വ്ളാഡിമിർ പുടിനെ പോലും അത്ഭുതപ്പെടുത്തിയ വാഗ്നർ ഗ്രൂപ്പിന്റെ ആരംഭം എങ്ങനെയെന്ന് നോക്കാം. 2014-ലാണ് പുടിന്റെ വിശ്വസ്തനായ യെവജൻഷി പ്രിഗോഷിൻ വാഗ്നർ ഗ്രൂപ്പിന് തുടക്കമിടുന്നത്. 250 അംഗങ്ങളായി തുടങ്ങിയ സംഘം ചുരുങ്ങിയ വർഷം കൊണ്ട് 50,000-ലേറെ പേർ ഉൾപ്പെടുന്ന വമ്പൻ ഗ്രൂപ്പായി മാറുകയായിരുന്നു. 2022-ലെ കണക്കുകൾ പറയുന്നത് 50,000-ലധികം പേരാണ് ഉക്രൈനെതിരെ പോരാടാൻ ഗ്രൂപ്പിലേക്ക് വന്നതെന്നാണ്. പണമെന്ന ലക്ഷ്യത്തോടെയാണ് പ്രിഗോഷിൻ എന്ന വ്യാപാരി തുടങ്ങിവെച്ചതെങ്കിൽ പക്ഷേ ഉക്രൈനെതിരെ അണിനിരക്കുക എന്ന പ്രധാന ജോലിയിലേക്കാണ് അവർ വഴിമാറിയത്. ഇതിനിടെ അപ്രതീക്ഷിതമായി വാഗ്നർ തകരുകയും റഷ്യയുടെ ശത്രുപക്ഷത്താവുകയും ചെയ്യുന്നു. ഇന്നേ വരെ തനിക്കെതിരെ ശബ്ദമുയർത്തിയവരെ ആരെയും വെറുതെ വിടാത്ത വ്ളാഡിമിർ പുടിൻ അന്ന് യെവജൻഷി പ്രിഗോഷിന് മാപ്പ് കൊടുത്ത് ബെലറൂസിലേക്ക് നാടുവിട്ടു പോകാൻ അനുവദിച്ചു. ലോകം മുഴുവൻ ആശ്ചര്യത്തോടെയാണ് ഈ സംഭവത്തെ വിശേഷിപ്പിച്ചത്. പക്ഷെ 2 മാസത്തിനിപ്പുറം റഷ്യയിൽ വെച്ച് തന്നെ വിമാന അപകടത്തിൽ പ്രിഗോഷിൻ കൊല്ലപ്പെട്ടു. കൂടെ 10 പേരടങ്ങുന്ന സംഘവും. അതിന് പിന്നിലെ നിഗൂഢത എന്തെന്ന് ഇന്നും ആർക്കും അറിയില്ല. രാജ്യദ്രോഹികൾ ശിക്ഷിക്കപ്പെടുമെന്ന് പുടിൻ പറഞ്ഞത് പ്രിഗോഷിന്റെ മരണത്തിലേക്ക് നയിച്ചുവെന്ന് വേണം പറയാൻ. അന്ന് പേരിന് തുടങ്ങിവെച്ച കേസ് പാതി വഴിയിലായി പിന്നീട് എങ്ങും എത്താതെ ആയെങ്കിലും വാഗ്നർ ഗ്രൂപ്പ് എന്ന പാത ഇന്നും റഷ്യ തുടരുകയാണ്.